നമസ്കാരം ക്ഷാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതമാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണ പാദമനിശം ഹൃദി ഭാവയാമി. ഇന്ന് ഞാനൊരു കഥയും കൊണ്ടാട്ടോ വന്നിരിക്കണേ. ഒരു കുഞ്ഞു കഥ, പെട്ടെന്ന് പറയാം, പെട്ടെന്ന് പോവാം. ഇന്ന് സത്യഭാമയുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഞാൻ മുൻപ് ഈ സത്യഭാമയുടെ കഥ പറഞ്ഞപ്പോൾ അധികം ആരും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി സത്യഭാമയുടെ കഥ പറയാമെന്ന്. ഇനി സത്യഭാമയുടെ പാദ നമസ്കാരം ചെയ്തുകൊണ്ടാട്ടോ ഇന്ന് ഞാൻ ഈ കഥ പറയണേ. കാരണം ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് എങ്ങനെയാണ് വരിക എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കൽ ഭഗവാൻ സത്യഭാമയോട് ചോദിച്ചു അത്രേ, സത്യഭാമയ്ക്ക് എങ്ങനെയാണ് ആകാശമാർഗേന സഞ്ചരിക്കാൻ താല്പര്യമുണ്ടോ എന്ന്. സത്യഭാമയ്ക്ക് സന്തോഷമായി. ആർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാതിരിക്കുക അല്ലേ? നമുക്കാണെങ്കിലും ഇപ്പോൾ ആഗ്രഹമില്ലേ, ഫ്ലൈറ്റിലൊന്ന് കയറിയാൽ കൊള്ളാം എന്നൊക്കെ പലർക്കും തോന്നാറില്ലേ? അതേമാതിരി ആകാശമാർഗേന സഞ്ചരിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാവോ കൃഷ്ണ, ഞാൻ എന്തായാലും കൂടെ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ സത്യഭാമയെയും കൊണ്ട് നരകാസുരനെ വധിക്കാനായിട്ട് നരകാസുരൻ്റെ ആ ഒരു നാട്ടിലേക്ക് ഭഗവാൻ എഴുന്നള്ളി. ആ സമയത്ത് എന്തിനാണ് സത്യഭാമയെ കൊണ്ടുപോയത് എങ്കിൽ വരാഹമൂർത്തിക്ക് ഭൂമിദേവിയിലുണ്ടായ സമ്പർക്കത്താലാണ് അത്രയും നരകാസുരൻ ഉണ്ടായത്. ഈ നരകാസുരൻ്റെ വധം നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും നരകാസുരൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ള സത്യഭാമ, അതായത് ഭൂമിദേവിയുടെ അംശാവതാരമായിട്ടുള്ള സത്യഭാമ സമ്മതം പറഞ്ഞാൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് സത്യഭാമയും കൊണ്ടുപോയത്. അവിടെ എത്തിയ സമയത്ത് നരകാസുരൻ ഭഗവാനുമായിട്ട് യുദ്ധത്തിന് വരികയും ഭഗവാൻ മോഹാലസ്യപ്പെട്ട് വീഴുന്നതായിട്ട് അഭിനയിക്കുകയും ഒപ്പം സത്യഭാമ പറഞ്ഞു, എന്താ ഇങ്ങനെ യുദ്ധത്തിന് ഒരു അലസമട്ട് വധിക്കൂ അവനെ എന്ന് പറയുകയും ഇത് കേട്ടയുടൻ നരകാസുരനെ വധിക്കുകയും ചെയ്തു എന്നാണ്. അവിടെ നിന്ന് അവർ നേരെ പോയത് സ്വർഗത്തിലേക്കാണത്രേ. അതിനൊക്കെ കാരണങ്ങളുണ്ട്, വിസ്തരിച്ച് പറയുന്ന ദിവസം ഞാൻ ഇതൊക്കെ പറയാം കേട്ടോ. അപ്പോൾ സ്വർഗത്തിലെത്തിയപ്പോൾ അവിടുത്തെ പാരിജാത വൃക്ഷം കണ്ടപ്പോൾ സത്യഭാമയ്ക്കൊരു മോഹം തോന്നിയിത്രേ, ഇത് നമ്മുടെ ദ്വാരകയിൽ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കണം എന്ന്. ചില സ്ത്രീകളൊക്കെ ഇന്നും അങ്ങനെയല്ലേ, നമ്മൾ ഇടയ്ക്ക് പോകുന്ന സ്ഥലത്ത് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അതിൻ്റെ ഒരു കൊമ്പൊക്കെ ചോദിച്ച് മേടിച്ച് തരാക്കി കൊണ്ടുവന്ന് വെച്ച് പരിപാലിക്കാറുണ്ടല്ലേ. ഈ ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനെയാണ്. അപ്പോൾ സത്യഭാമയ്ക്കും ഗാർഡനിങ്ങിലൊക്കെ വലിയ താല്പര്യമായിരുന്നു. ആ സമയത്താണ് ഈ പാരിജാതം കയ്യിൽ കിട്ടുന്നത്. ഭഗവാൻ അത് തരാക്കി കൊണ്ടുവന്ന് സത്യഭാമയ്ക്ക് കൊടുത്തു. ഈ സത്യഭാമ ശുണ്ഠി പിടിച്ച് കാണാൻ ഭഗവാന് വലിയ ഇഷ്ടാത്രേ. ഞാൻ ആലോചിച്ചു കേട്ടു, സത്യഭാമ ശരിക്കും നല്ലോണം ദേഷ്യമുള്ളവളായിരിക്കും. ഭൂമിദേവിയുടെ അംശാവതാരം എന്നാ പറയാ. ഭൂമിയെ നമ്മൾ എപ്പോഴും ഉദാഹരിക്കുക എങ്ങനെയാ, ഈ ഭൂമിദേവിയോളം ക്ഷമ വേണം നാളെ. അപ്പോൾ ക്ഷമ എന്നുള്ളതിൻ്റെ മൂർത്തിമൽ ഭാവമാണ് ഈ ഭൂമിദേവി. അപ്പോൾ ഈ ഭൂമിദേവിയുടെ അംശാവതാരമാണ് സത്യഭാമയെങ്കിൽ ക്ഷമയല്ലേ ഉണ്ടാവേണ്ടത്? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ക്ഷമയുള്ള ആൾക്കാരാണെങ്കിലും തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഒന്ന് ചൂടാവാത്തവരുണ്ടാവില്ല അല്ലേ? ദേഷ്യം പിടിക്കാനും ഒന്ന് ഇത്തിരി ഷൗട്ട് ചെയ്യാനും ഒക്കെ അങ്ങനെയൊക്കെ തോന്നാറില്ലേ? ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളാണെങ്കിൽ അവരോട് ഞാൻ ഷൗട്ട് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഒരു കയ്യേലത്തിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്റ്റൻസ് ഇട്ടിട്ട് നിൽക്കാറുള്ളൂ. പക്ഷെ അല്ലെങ്കിൽ നല്ലതായിട്ട് ഷൗട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുമാതിരി ആയിരിക്കും ചിലപ്പോൾ ഈ സത്യഭാമയും. സത്യഭാമയ്ക്ക് ഏറ്റവും അടുപ്പമുള്ള ഭഗവാനോട് ഇടയ്ക്കൊന്ന് കോപിക്കാം അല്ലേ? അങ്ങനെയും ഒരു അവകാശം ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ സത്യഭാമയെ ദേഷ്യം പിടിപ്പിക്കാൻ ഭഗവാന് വലിയ ഇഷ്ടമാണ്. കാരണം സത്യഭാമ ദേഷ്യം പിടിച്ചാൽ ദിവസുന്ദരിയാവുത്രേ. സൗന്ദര്യ ആരാധകനായിട്ടുള്ള ഭഗവാന് അത് കാണാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു, സത്യഭാമയോട് നാരദ മഹർഷിയെ ഏർപ്പാടാക്കി. നാരദ മഹർഷി പറഞ്ഞു, അതെ ഇത് സ്വർഗത്തിൽ വളരുന്ന ചെടിയാണ് കേട്ടോ, ഇതങ്ങനെ ഭൂമിയിൽ വെറുതെ വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഇതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പം എന്താ നിബന്ധന? ഇതൊന്ന് സൈഡ് ചെരിച്ചൊക്കെ വേണം കുഴിച്ചിടാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിങ്ങനെ ഒരു പരിധി വരെ വളരുന്നത് വരെ ഇത് നോക്കാൻ ആളുണ്ടായിരിക്കണം. അതല്ല ആട് കടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നശിച്ചു പോകും. പിന്നെ ഇത് കിട്ടാനൊന്നുമില്ല, ഭൂമിയിൽ വേറൊരു കൊമ്പൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് സംരക്ഷിക്കേണ്ട ഒരു ചുമതലയുണ്ട്. അതീവ ശ്രദ്ധയോടുകൂടി വേണം ഇതിനെ പരിപാലിക്കാൻ എന്നൊക്കെ. അതിൻ്റെ വെള്ളം ഒഴിക്കേണ്ട ക്രമീകരണം, ഇടേണ്ട വളങ്ങൾ, അത് നട്ടുപിടിപ്പിക്കേണ്ട രീതികൾ, ഇതൊക്കെ നാരദ മഹർഷിയിലൂടെ ഭഗവാൻ പറയിപ്പിച്ചു.
അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ സത്യഭാമയ്ക്കും ഭയങ്കര കൗതുകമായി. അപ്പോൾ സത്യഭാമ പറഞ്ഞു, എന്നാൽ ശരി അങ്ങനെയാവാം എന്ന് പറഞ്ഞ് ഈ സൈഡ് ചെരിച്ച് കൊമ്പൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചു. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കാവൽക്കാരെ ഏർപ്പാടാക്കി ഇത്രേ. 8 മണിക്കൂർ ഓരോ ആൾ ഈ 2 പേര് കാവൽ നിൽക്കണം. അങ്ങനെ 3 സെറ്റ് ഓഫ് ആൾക്കാരെ അവിടെ തയ്യാറാക്കി നിർത്തി. 24 മണിക്കൂറും പാരിജാതത്തിന് കാവലാണ്. കാരണം ഇത് വലുതാവുന്നത് വരെ ആരും പറിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ മറ്റ് അനർത്ഥങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ നിർത്തി. അങ്ങനെ വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ട് ആൾക്കാരെയൊക്കെ ഏർപ്പാടാക്കി, വളമൊക്കെ വേണ്ട രീതിയിൽ ചെയ്തു. പിന്നീട് ഭഗവാൻ എപ്പോഴൊക്കെയാണോ സത്യഭാമയുടെ കൊട്ടാരത്തിലെത്തുന്നത്, സത്യഭാമയ്ക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. അതേ നോക്കൂ, ഇന്ന് ഞാൻ പാരിജാതത്തിന് വെള്ളം ഒഴിക്കാൻ നിർത്തിയ ആ 3ാമത്തെ ടീമിലെ 2ാമത്തെ ആളുണ്ടല്ലോ, അയാൾ വന്നില്ല, പകരം ഞാൻ തന്നെയായി വെള്ളം ഒഴിക്കാൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ പാരിജാതത്തിൻ്റെ കഥകൾ മാത്രമേ ഇത്രയും ഭഗവാനോട് പറയാം. ഭഗവാൻ എല്ലാം ഇങ്ങനെ മൂളി കേൾക്കും. ഒരലസമട്ടിലാണോ, ശരി, അത്ര മാത്രമേ ഉള്ളൂ. ഭഗവാൻ അങ്ങനെ പ്രത്യേകിച്ച് അതിലൊരു ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാതായി. പിന്നെ സത്യഭാമ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഭാമയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുറച്ച് വലുതായി, മരമായി, അതിങ്ങനെ പൂവൊക്കെ വിരിയാൻ തുടങ്ങി. അപ്പോഴേ സത്യഭാമയ്ക്ക് മനസ്സിലായുള്ളൂ ഇതിൻ്റെ അബദ്ധം എന്താണെന്ന്. എന്താണ് അബദ്ധം? ഈ ചെരിച്ച് കുഴിച്ചിട്ടത് കാരണം കൊണ്ട് തന്നെ ഈ പാരിജാതം വളർന്ന് വലുതായി. ഇപ്പോൾ അതിലുണ്ടായ പൂവുണ്ടല്ലോ, ശരിക്കും രുക്മിണി ദേവിയുടെ മട്ടുപ്പാവിൽ നിന്നാൽ തൊടാം കൈകൊണ്ട്. അതിൻ്റെ ആ ഒരു സുഗന്ധം മുഴുവൻ രുക്മിണിയുടെ ആ കിടപ്പറയിലേക്കാണ് വരുന്നത്. ആ ഭാവത്തിലായി അതിൻ്റെ വളർച്ച. ഇത് വളർന്ന് പൂവും മൊട്ടുമൊക്കെ ആയതിനു ശേഷം മാത്രമാണ് സത്യഭാമയ്ക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലായത്. ഭാമയ്ക്ക് മനസ്സിലായി ഇത് നാരദരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചത് ആരാണ് എന്ന്. അന്ന് കൃഷ്ണൻ അങ്ങോട്ട് ഒരു ചെല്ലലുണ്ടായി. അന്നാണത്രേ ഈ സത്യഭാമ, അതായത് ഭൂമിദേവി, ആ ഭൂമിദേവിക്കും ഭദ്രകാളിയുടെ ഒരു ഭാവമുണ്ട് എന്ന് ഭഗവാന് മനസ്സിലായത്. ഒരു വാളെടുത്തങ്ങോട്ട് കയ്യിൽ കൊടുത്താലുണ്ടല്ലോ, ശരിക്കും വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്നത് എങ്ങനെയുണ്ടാവും, അങ്ങനെ ഉണ്ടത്രേ സത്യഭാമ അന്ന് ഭഗവാനോട് പറഞ്ഞത്. ഭഗവാനോ ഇതൊക്കെ കേട്ടിട്ടുണ്ടായിണ്ടല്ലോ. പണ്ട് യശോദമ്മ വെണ്ണക്കുടം തല്ലിപ്പൊട്ടിച്ചു എന്ന് ഗോപികമാരെ കംപ്ലൈൻറ്റ് പറയുമ്പോൾ നിൽക്കാറില്ലേ ഒരു ഭാവം, ആ ഭാവത്തിൽ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിലാണത്രേ ഭഗവാൻ നിൽക്കുന്നത്. സത്യഭാമയാണെങ്കിലോ അന്ന് യശോദമ്മ ചുണ്ടിയെടുത്തതിൻ്റെ 10 ഇരട്ടി ചുണ്ടിയെടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇടയ്ക്കൊന്ന് ചിരി വരുന്നുണ്ട് കേട്ടോ. ഈ ചിരിയൊന്ന് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ആ മട്ടുപ്പാവിൻ്റെ ഇവിടേക്ക് നോക്കിയാലോ, നേരെ രുക്മിണിയുടെ മട്ടുപ്പാവും കാണാൻ പറ്റും, പാരിജാതം അങ്ങോട്ട് നിൽക്കുന്നതും കാണാൻ പറ്റും. അപ്പോഴാ സത്യഭാമ പറയും, അങ്ങോട്ട് നോക്കുന്നത്, ഞാൻ ഈ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ, അങ്ങോട്ട് നോക്കുക തന്നെയാണ് വേണ്ടത്, ശരിക്കും ബോധ്യപ്പെടുക തന്നെയാണ് വേണ്ടത്, കണ്ടില്ലേ പൂവൊക്കെ അങ്ങോട്ട് പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നങ്ങനെ ബഹളമയം. അവസാനം ഭഗവാൻ ഭാമയെ ആലിംഗനം ചെയ്തുകൊണ്ട് ചോദിക്കൂത്രേ, ആ പാരിജാതമാണോ വേണ്ടത്, അതോ ഈ സാക്ഷാൽ പാരിജാതമാണോ വേണ്ടതെന്ന്. അതിൽ അലിഞ്ഞു പോവാത്ത ആരുമില്ല അല്ലേ. നമ്മളും ഇതുപോലെയാണ്. പല പാരിജാതങ്ങളുടെയും പുറകെയാണ് നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഇന്നതേ വേണ്ടൂ എന്നൊന്നുമില്ല. കുറച്ച് ധനം ഉണ്ടായാൽ നന്നായി, ഒരു വീടുണ്ടായാൽ നന്നായി, ഒരു കാറുണ്ടായാൽ നന്നായി, കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടിയാൽ നന്നായി, അവർക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ നന്നായി, അവരുടെ കല്യാണം കഴിഞ്ഞാൽ നന്നായി, കുട്ടികളുണ്ടായാൽ നന്നായി, ഇങ്ങനെ നീണ്ടുപോകുന്നു നമ്മുടെ ലിസ്റ്റും അല്ലേ. ഇതൊന്നും അല്ല ഭഗവാനെ വേണ്ടത്. 24 മണിക്കൂറും ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യം. ആ ചിന്തയുണ്ടെങ്കിൽ അതിൽ ലയിച്ചിരിക്കാൻ സാധിച്ചാൽ വേറൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഗുരുവായൂരപ്പ. ഇന്ന് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ഓരോരുത്തരുടെയും മനസ്സ് പാകപ്പെടട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖവിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരി.